ഒരു ടെക്നീഷ്യൻ, അവരെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻ എന്നാൽ നൈറ്റ് വർക്ക് ചെയ്തത് കൊണ്ട് പുള്ളിക്ക് രാവിലെ ഇതിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പാടാണ്. BP കൂടുതൽ അങ്ങനെ കറക്റ്റ് അല്ല, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പാടാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു OP ടിക്കറ്റ് എടുത്ത് എഴുതി വെച്ചിട്ട് പോയി. അതിനുശേഷം കൂടെ നിൽക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അനസ്തേഷ്യയും അതുപോലെ തന്നെ അവർ അമ്മയുടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ അകത്ത് കിടന്ന പേഷ്യന്റെ ഭർത്താവ് ഞാൻ അവിടെ തന്നെ അതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്ന് നടക്കില്ല എന്നൊരു വാക്ക് പോലും അവർ പറയാതെയാണ് ഇറങ്ങിപ്പോയത്. അവസാനം ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പായപ്പോഴത്തേക്ക് ഇതുപോലെ ഇറക്കി വിടുകയാണ് ചെയ്തത്. ചെയ്യാൻ കഴിയില്ല, ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്ര വിഷയമായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് വേണം, എവിടെ കൊണ്ടുപോകും? നമുക്ക് വേറെ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ കഴിയും. ഇത് ക്യാൻസറോ വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുമല്ല, ഇതിനപ്പുറം ആയിപ്പോവും. ആത്മഹത്യ ചെയ്യാനേ നിവർത്തിയുള്ളൂ, വേറെ മാർഗമില്ല. സാധാരണപ്പെട്ടവർക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആരുടെ ചോദിക്കും, ആരുടെ പറയും? നമസ്കാരം. സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു നെഞ്ചിടിപ്പാണ്. കാരണം ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നത് എന്നതിനേക്കാളുപരി സർജറി, പ്രധാനപ്പെട്ട ചില സർജറികളൊക്കെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ഈ ഓപ്പറേഷൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് അത്തരത്തിൽ ചികിത്സ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച രോഗിയുടെ ഒരു ബന്ധു തന്നെയാണ്. ചേട്ടാ, ശരിക്കും എന്തായിരുന്നു സംഭവം? എൻ്റെ ഭാര്യയാണ് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതുവരെ ഉണ്ടായിരുന്നു. രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയിട്ട് അവർ അനസ്തേഷ്യ കൊടുക്കാൻ കഴിയാതിട്ട് സർജൻ ഇതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അനസ്തേഷ്യ കൊടുക്കാതെ അവർ അനസ്തേഷ്യ മാഡം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു രാധിക മാഡം എന്ന് പറയുന്ന ഒരു മാഡത്തിന് ഇതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അവർ ഇതുപോലെ ഇറങ്ങിപ്പോണ്ട അവസ്ഥ വന്നു. എഴുതി വാങ്ങിച്ചിട്ട് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അവർ അന്ന് 24 ന്യൂസിൽ ഉണ്ടായിരുന്നു, അവർ പ്രതികരിച്ചാണ് അതിൽ. അപ്പോൾ ഇന്ന് അതേ അവസ്ഥ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അനസ്തേഷ്യ നമ്മൾ കണ്ടു, ഇന്നലെ രാവിലെ അനസ്തേഷ്യ നമ്മൾ വിളിപ്പിച്ചു, റൂമിൽ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നാളെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഉണ്ട്, എല്ലാം ഫിക്സ്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നാളെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും കൊണ്ടുപോയി അവിടെ കിടക്കുമായിരുന്നു. ഇത്ര നേരം അവിടെ കിടക്കുമായിരുന്നു. അതിനുശേഷമാണ് ഇവർ അനസ്തേഷ്യ ഡോക്ടർ, അവർ അകത്തെന്തോ ഇഷ്യൂ ആണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ, പക്ഷേ അനസ്തേഷ്യ ഡോക്ടർ ഇറങ്ങിപ്പോകുന്ന ഒരു അനസ്തേഷ്യ ഡോക്ടർ അതിനൊരു കാരണം എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, അവിടെ എഴുതി വെച്ചിട്ട് പോയി എന്നാണ്. അത് ഞാൻ സർജന് അറിയാം, സർജൻ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അകത്ത് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി ഇത് എന്നെ കാണിച്ചു. അതായത് ഒരു ടെക്നീഷ്യൻ, അവരെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻ എന്നാൽ നൈറ്റ് വർക്ക് ചെയ്തത് കൊണ്ട് പുള്ളിക്ക് രാവിലെ ഇതിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പാടാണ്. BP കൂടുതൽ അങ്ങനെ കറക്റ്റ് അല്ല, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പാടാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു OP ടിക്കറ്റ് എടുത്ത് എഴുതി വെച്ചിട്ട് പോയി. അതിനുശേഷം കൂടെ നിൽക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അനസ്തേഷ്യയും അതുപോലെ തന്നെ അവർ അമ്മയുടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഈ അകത്ത് കിടന്ന പേഷ്യന്റെ ഭർത്താവ് ഞാൻ അവിടെ തന്നെ അതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്ന് നടക്കില്ല എന്നൊരു വാക്ക് പോലും അവർ പറയാതെയാണ് ഇറങ്ങിപ്പോയത്. അവസാനം ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പായപ്പോഴത്തേക്ക് ഗണേഷ് സാർ വിളിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി RMO ഉണ്ടായിരുന്നു. RMO കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞു. RMO ഭാഗത്ത് നിന്നു RMOയുടെ ഭാഗത്ത് നിന്നായിട്ട് ഗണേഷ് സാറിന്റെ ഭാഗത്ത് നിന്നിട്ട് ഇവരാരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ഫാൾട്ടും വെച്ചില്ല. പക്ഷെ ഇതിൽ അനസ്തേഷ്യ ഡോക്ടർ നമ്മുടെ അടുത്തൊന്നും അവമര്യാദയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഇത് അനസ്തേഷ്യ കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് കറക്റ്റ് അറിയാൻ കഴിയാത്തത്. അവർ പുറത്തുനിന്ന് ഒരാളിനെ ഇവിടെ കൊണ്ടുവരുന്നു, അത് ഇവിടെ കറക്റ്റ് ചെയ്യാൻ RMO സമ്മതിക്കില്ല. അതായത് അവർക്ക് അത് ഇവിടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ്, അനുമതിയില്ല. വരുന്ന ആള് എന്തെങ്കിലും വന്നൊരു ഫാൾട്ട് പറ്റി പേഷ്യന്റിന് വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സർജൻ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് RMO എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഞാൻ ഈ മീഡിയ പിന്നെ വിളിച്ചു. അപ്പം ഇപ്പം ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ 2 പേരെയും സ്ഥലം മാറ്റി എന്നാണ്. ഇനിയിപ്പം ബാക്കി ഇപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത പേഷ്യന്റുകൾ ഇനി കിടപ്പുണ്ട്, ഓപ്പറേഷൻ ചെയ്യാനുള്ളതുണ്ട്, ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ട്. ഇനി ആര് ആര് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം ഇന്ന് ഓപ്പറേഷൻ വച്ചിരുന്നതാണല്ലോ. അപ്പം ഇനി എങ്ങനെ നടക്കുമെന്നോ ഇനി എന്താകുമെന്നോ എനിക്കറിയില്ല. ഇതിനൊരു കറക്റ്റ് ഒരു നിയമം ഒരു രീതി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇത്രയും ഒരു 3-3.5 മാസം കൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കയറി ഇറങ്ങുകയാണ്. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നമുക്ക് കിട്ടില്ല. അതായത് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കശുവണ്ടി ഫാക്ടറിയാണ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത്.
അപ്പൊ അവിടെ ഈ ഫാക്ടറി കശുവണ്ടി ഫാക്ടറികളിലെല്ലാം ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയും ജോലി വളരെ കുറവായതുകൊണ്ട് ഹാജറിന്റെ എണ്ണം കുറവായതുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി കിട്ടില്ല. അത് കുഴപ്പമില്ല, നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാം. അതായത് കയറുകൊണ്ട മുഴയാണ് കഴുത്തിൽ. അപ്പൊ ചെയ്യാം എന്ന് ഇതിൽ ആ 3 മാസം കൊണ്ട് ഇന്ന് വരെ ഗണേഷ് സാറിനെ നമ്മൾ കണ്ട് സാറ് പറയുന്ന രീതിക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അതിന്റെ റിസൾട്ടായി എല്ലാം കൊണ്ട് കാണിച്ചു. അവസാനം നമുക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം ഇതുപോലെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ചെയ്യാൻ കഴിയില്ല, ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്ര വിഷയമായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് വേണം, എവിടെ കൊണ്ടുപോകും? നമുക്ക് വേറെ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ കഴിയും. ഇത് ക്യാൻസറോ വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുമല്ല ഇതിനപ്പുറം ആയിപ്പോവും. ആത്മഹത്യ ചെയ്യാനേ നിവർത്തിയുള്ളൂ, വേറെ മാർഗമില്ല. സാധാരണപ്പെട്ടവർക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആരുടെ ചോദിക്കും, ആരുടെ പറയും? ഒന്നിനും ഒരു മാർഗമില്ല. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം 2 ഡോക്ടേഴ്സ് തമ്മിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം, ദേഷ്യം അത് തീർത്തതാണ് ഈ രോഗികളുടെ മേൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 പേർ തമ്മിലുള്ള പരസ്പരമുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചികിത്സ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതും കാര്യങ്ങളുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നത് സർക്കാരിനോടാണ്. ഇത്തരത്തിൽ പരസ്പരം ദേഷ്യം തീർത്തുകൊണ്ട് നിലപാടെടുക്കുന്ന ഡോക്ടർമാരുടെ സംവിധാനത്തിലാണ് കേരളത്തിലെ ഈ ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള രോഗികൾ, സാധാരണക്കാരായ കുടുംബത്തിലെ രോഗികളൊക്കെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നിലവിൽ ഡോക്ടർമാരുടെ സമരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു വശത്തുകൂടെ നടക്കുന്ന സമയത്താണ് മറുവശത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ ഇത്തരത്തിൽ പരസ്പരം മറ്റ് പല കാര്യങ്ങളിലുമുള്ള ദേഷ്യം, ഈ വഴക്ക് അതൊക്കെ തീർക്കാൻ വേണ്ടി രോഗികളോട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ്. പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു നടപടി കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ 2 ഡോക്ടർമാരെയും ഈ ചികിത്സ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ മാറ്റിവെക്കാൻ അടക്കം തീരുമാനമെടുത്ത ആ 2 ഡോക്ടർമാരെയും ഇപ്പോൾ സ്ഥലം മാറ്റി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അനസ്തേഷ്യ സർജൻ ഡോക്ടർമാർക്കാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. ഡോക്ടർ ബിനിൽ കുമാരി കണ്ണൂർ തോട്ടടയിലേക്കും സർജൻ KG ഗണേഷിനെ കോട്ടയത്തേക്കുമാണ് ESI ഡയറക്ടറേറ്റ് ഉത്തരവിലൂടെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.